ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവരുടെ വംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ദൈവിക കൽപ്പനകളിൽ നിന്നും ദൈവിക ന്യായപ്രമാണങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ അവർക്ക് വലിയൊരു ഭ്രംശം, തകർച്ച സംഭവിച്ചു. അപ്പോൾ ആ തകർച്ചയെ ദൈവം എന്താക്കിയെടുത്തു? ജാതികളുടെ നിരപ്പിന്, ജാതികളുടെ രക്ഷയ്ക്കും ജാതികളുടെ നിത്യജീവനും കാരണമാക്കി ഇസ്രയേലിന്റെ അനുസരണക്കേടിനെ, ഭ്രംശത്തെ ദൈവം തീർത്തു എന്നാണ് അവിടെ പറയുന്നത്. റോമലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിസ്സാരമായി നിത്യജീവനിലേക്ക് കടക്കുവാനുള്ള പ്രാരംഭ നടപടിക്രമം ദൈവം വെച്ചത് എത്ര നിസ്സാരമായി ഏതു മനുഷ്യനും അനുസരിക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന നിസ്സാരമായ ഒരു പ്രവൃത്തിയിൽ കൂടി നിത്യതയിലേക്ക് നമുക്ക് കടക്കാം. പ്രാരംഭ നടപടി എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി നിത്യതയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ കാര്യം, അതായത് യേശുവിനെ കർത്താവ് എന്ന കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ എന്തായി തീർന്നു? നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിനക്ക് നിത്യതയിലേക്ക് കടക്കുവാനായി കഴിഞ്ഞിരിക്കുന്നു. പ്രാരംഭ നടപടിക്രമം എത്രയോ നിസ്സാരമായി സർവശക്തൻ മാനവജാതിക്ക് കൊടുത്തിരിക്കുന്നു. വലിയ കുരിശു തലയിലേറ്റി 1000 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ദേശത്തുള്ള പല മഹാന്മാരും എന്ത് ചെയ്യുമായിരുന്നു? അതിന് തുനിഞ്ഞേനെയും. ഇസ്രയേലിനെ കൊടുത്ത പ്രമാണം തന്നെ ഒന്ന് നോക്കുക. 8-ാം നാളിൽ നീ എന്ത് ചെയ്യണമായിരുന്നു? എന്റേതാകണമെങ്കിൽ നീ പരിച്ഛേദന ചെയ്യണമായിരുന്നു. അവന്റെ ശരീരത്തിൽ ആ 8-ാം നാളിൽ അനുഭവിക്കുന്ന വ്യതയും വേദനയും എത്ര കഠിനമായതാണെന്ന് നോക്കണം. 8-ാം നാളിലാണ് പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെതായി തീർന്നു. ഇവിടെ പുതിയ നിമിശ്വാസിക്ക് ദൈവം കൊടുത്തത് എന്താണ്? നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച്. നീ എന്റേതായി തീരും. എന്തിനാണ് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത്? ഹൃദയം കൊണ്ട് നീ നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി നീ കൊണ്ട് ഏറ്റുപറയുന്നു. അപ്പോൾ നീ എന്റേതായി. ന്യായപ്രമാണത്തിൽ ആ കൊച്ചു കുഞ്ഞിന് 8-ാം ദിവസം കഠിനമായ ഒരു പരിച്ഛേദന, അവന്റെ ശരീരത്തെ മുഴുവൻ ഉലച്ചുകൊണ്ടുള്ള പരിച്ഛേദന നടത്തി അവൻ ദൈവത്തിൻ്റെതായി തീരുമ്പോൾ പുതിയ നിയമവിശ്വാസിയെ നിനക്ക് ഈസിയായ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും നീ രക്ഷയ്ക്ക് വലിയ വില നീ കൊടുക്കാത്തത്. ഞാനും നീയും വലിയ വില ഈ രക്ഷയ്ക്ക് കൊടുക്കാത്തതിന്റെ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. ഈസി ആയിട്ട് നമുക്കൊരു പ്രവേശനം ദൈവം നൽകി തന്നിരിക്കുന്നു. അതൊരു പ്രവേശനം മാത്രമാണ്. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പനകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആജ്ഞാപനങ്ങളുണ്ട്. ഇതെല്ലാം അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയുള്ളൂ? കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന പാർപ്പിടങ്ങളിൽ നമുക്ക് പാർക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ യഹൂദന് വന്ന ഭ്രംശത്തെ ദൈവം എന്ത് ചെയ്തു? ജാതികളുടെ രക്ഷയ്ക്കും നിത്യജീവനും കാരണമാക്കി തീർക്കുവാൻ കൊണ്ടുമിടയായി. അപ്പോൾ മനുഷ്യാവതാരത്തിൽ കൂടി, ക്രിസ്തുവിൽ കൂടി നിത്യത ലോകത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിന്റെ കാരണം തന്റെ സ്വന്തം ജനമായിരുന്ന ഇസ്രയേൽ തന്നെ വിട്ട് അകന്നു പോയപ്പോൾ വലിയ കഠിനമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് സകലത്തിന്റെ ലാക്കും കാരണഭൂതനുമായിരുന്നവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, താൻ മാത്രം ദൈവമായിരുന്നവൻ, അവൻ ഒരു സാധു മനുഷ്യനെ പോലെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ടാണ് വന്നതെന്നറിയാമോ? തന്റെ സ്വന്തം ജനം ഇസ്രയേലിനെ കർത്താവ് തന്റെ ഭാര്യയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സഭയെ മണവാട്ടിയായി പുത്രൻ ചിത്രീകരിച്ചിരിക്കുമ്പോൾ പഴയ നിയമസഭയെ അല്ലെങ്കിൽ ഇസ്രയേലിനെ തന്റെ ഭാര്യയായിട്ടാണ്
പിതാവാം ദൈവം കരുതി പോകുന്നത്, സംരക്ഷിച്ചു പോകുന്നത്. ആ ഭാര്യ വിശ്വാസത്യാഗം നടത്തി, വിശ്വാസ ഭ്രംശം നടത്തി തന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ താൻ തന്റെ രൂപത്തെയും തന്റെ ഭാവത്തെയും ഒന്ന് മാറ്റിമറിച്ചുകൊണ്ട് ഒരു സാധു മനുഷ്യനെ പോലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് മനുഷ്യന്റെ മുമ്പിൽ അവൻ നിത്യത തുറന്നിട്ട് പ്രമാണത്തെ അവൻ മാറ്റിമറിച്ചു. യാഗങ്ങളുടെ പ്രമാണങ്ങളെയും ന്യായപ്രമാണത്തിന്റെ കഠിനമായ നിഷ്ഠകളെയും 10 കൽപ്പനകളെയും സകലത്തെയും മാറ്റിമറിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇനി ഒരു തിരശീല ഇവിടെ ഇല്ല. തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി. ഇനി നിനക്ക് കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോട് കടന്നു വരാം. നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നിനക്ക് നിത്യത തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഭ്രംശത്തിൽ ദൈവം എന്ത് ചെയ്തില്ല?